മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് പിന്നാലെ കൂടുതൽ മണ്ഡലങ്ങളിൽ സിപിഐഎം ബി.ജെ.പി ഡീൽ ആരോപണം ഉന്നയിച്ച് വി.ഡി. സതീശൻ. കാസർഗോഡ്, മഞ്ചേശ്വരം, കോന്നി, റാന്നി, തൃശൂർ മണ്ഡലങ്ങളിൽ ഒത്തുകളി എന്നാണ് ആരോപണം. റാന്നിയിൽ ശബരിമല പ്രശ്നം ഉന്നയിക്കാൻ പോലും എൻ.ഡി.എ സ്ഥാനാർത്ഥി തയ്യാറാകുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ കോന്നി ശ്രീ കെ സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചാണ്. 32,000-ലധികം വോട്ട് കെ സുരേന്ദ്രൻ പിടിച്ച സീറ്റിൽ ഇപ്രാവശ്യം അത് BDJS കൊടുത്തു. റാന്നി ശബരിമല ഇരിക്കുന്ന സീറ്റാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് 2020 എവിടെയുള്ളത്? പത്തനംതിട്ടയിൽ 2020 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എറണാകുളം ജില്ലയിലെ കിഴക്ക് ഭാഗത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് പത്തനംതിട്ടയിലെ റാന്നി കൊടുത്തിരിക്കുകയാണ്. ഒരുപാട് സ്ഥലത്ത്, കാസർഗോഡ്, മഞ്ചേശ്വരത്ത്, പാലക്കാട്, മനസ്സിലായില്ലേ, പല സ്ഥലങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജയിപ്പിക്കാനുള്ള ഏർപ്പാടുകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൽവിൻ തോമസ് ഉണ്ട് വിവരങ്ങളുമായി. ആൽവിൻ, ഒരു ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു, അതിന് ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള മറുപടി മുഖ്യമന്ത്രി നൽകുന്നു. വീണ്ടും കൂടുതൽ മണ്ഡലങ്ങളിൽ ഇതേ ആരോപണം പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്നു. അപ്പോൾ ഇതൊരു കടന്നാക്രമണമാണോ അല്ലെങ്കിൽ ഒരു പ്രതിരോധമാണോ? ഇതിനെങ്ങനെ വിലയിരുത്തണം? സ്വാഭാവികമായും UDFിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലൊരു ഡീൽ ആരോപണം അവമായി രണ്ട് ദിവസം മുമ്പ് രംഗത്തെത്തുമ്പോൾ അത് വലിയ തോതിൽ രാഷ്ട്രീയകാലം ചർച്ചയാക്കുന്നുണ്ട്. അതിന് മറുപടി പറയാൻ ഒരുപക്ഷെ CPM നിന്ന് മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. MV ഗോവിന്ദനും ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതേസമയം BJPയിൽ നിന്ന് കാര്യമായൊരു പരാമർശം ഉണ്ടായില്ല. അദ്ദേഹത്തെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം മാത്രമാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതപ്പോഴാണ് വീണ്ടും VD സതീശൻ ഈ ഡീൽ ആരോപണം ഉറപ്പിച്ചു പറയുന്നത്. ഏതാണ്ട് 10 മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ ഡീൽ നടക്കുന്നുണ്ട് CPM BJP എന്ന തരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം എണ്ണി പറയുന്ന 5 മണ്ഡലങ്ങൾ റാന്നി, കോന്നി, മഞ്ചേശ്വരം, അതോടൊപ്പം തന്നെ കാസർഗോഡ്, അതോടൊപ്പം തന്നെ പാലക്കാട് എന്നീ 5 മണ്ഡലങ്ങളിൽ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഡീൽ ആരോപണം വീണ്ടും ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിലേറ്റവും ശ്രദ്ധേയം മുമ്പ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ മത്സരിച്ച കോന്നിയിൽ 2 തവണ അദ്ദേഹം 2019 ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. 2019 ഏതാണ്ട് 40,000-ഓളം അടുത്ത് വോട്ട് ലഭിച്ചിരുന്ന മണ്ഡലമാണ് കെ സുധാകരന് കോന്നി എന്ന് പറയുന്നത്. 2021 എത്തിയപ്പോൾ ഏതാണ്ട് 28,000-ലധികം വോട്ടുകൾ അവിടെ, ഏതാണ്ട് 30,000 അധികം വോട്ടുകൾ അവിടെ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്തവണ അത് BDJSന് അത് കൊടുത്തിരിക്കുന്നു ആ മണ്ഡലം എന്നുള്ളതാണ് സതീശൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ശബരിമല വിഷയം വലിയ തോതിൽ ചർച്ചയായ വിഷയമാണ്. ആ വിഷയത്തിൽ BJP കാര്യങ്ങൾ പറയുമ്പോഴും അവിടെ നിർത്തിയിരിക്കുന്നത് ഘടകകക്ഷിയായ 2020 സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ 2020 സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ റാന്നിയിൽ മത്സരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സതീശൻ പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് കാസർഗോഡും മഞ്ചേശ്വരവും അദ്ദേഹം എണ്ണി പറയുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് സംബന്ധിച്ചും ഇത് സംബന്ധിച്ച് സതീശൻ ഈ ഡീൽ പ്രയോഗം നടത്തിയിരുന്നു. കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടാം എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഡീൽ ചർച്ച വളരെ സജീവമായി കേരള രാഷ്ട്രീയത്തിൽ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ സജീവമായി ചർച്ച ചെയ്യുകയാണ്. ഇത് ആയുധമാക്കിക്കൊണ്ട് തന്നെയാണ് UDF വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോവുക എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കൂടുതൽ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ ഡീൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സതീശൻ പറയുന്നത്. BJP CPM ഡീല് അതിന് കൃത്യമായ മറുപടി അദ്ദേഹം തരുമെന്നും അദ്ദേഹം അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. ശരി.